എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സ്ത്രീകൾ കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട 2 കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശീബോധിക്കൊക്കെ വെക്കാറില്ലേ? എല്ലാവരും വെക്കാറുണ്ടാവും. അവനവൻ്റെ വീട്ടിൽ തലേ ദിവസം എല്ലാം അടിച്ച് ചേട്ടാ ഭഗവതിയൊക്കെ കളഞ്ഞ് നമ്മൾ ശ്രീബോധിയെ വരവേറ്റ് എല്ലാം കാര്യങ്ങളും റെഡിയായിട്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ അഷ്ടമംഗല്യത്തിൽ നമ്മൾ ദശപുഷ്പം വെക്കാറുണ്ടല്ലോ. ഈ ദശപുഷ്പം നമ്മൾ ഈ കർക്കിടക മാസം മുഴുവൻ നമുക്ക് വെക്കാൻ നമ്മുടെ തലയിലും കൂടി വെക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിവിശേഷമാണ്. അത്രയും വിശേഷമാണ് ദശപുഷ്പം ചൂടുക എന്നുള്ളത്. പ്രത്യേകിച്ച് പണ്ടൊക്കെ വിശേഷ അവസരങ്ങളിൽ, പിറന്നാൾ ദിവസം, അതുപോലെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ ദശപുഷ്പം ചൂടാറുണ്ടായിരുന്നു. പിന്നെ ആളുകൾക്ക് ഈ ദശപുഷ്പം എന്താണെന്നറിയാതെയായി, കാലക്രമേണ അതൊക്കെ ഇല്ലാണ്ടേ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നിലനിന്ന് പോകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമ്മുടെ വരും തലമുറയ്ക്ക് ഇതൊക്കെ അറിയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ദശപുഷ്പം നമ്മുടെ പറമ്പൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ പറമ്പിലൊന്ന് നടന്നു നോക്കിയാൽ ദശപുഷ്പമൊക്കെ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇത് എല്ലാ ദിവസവും പറിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 4 ദിവസത്തിന് ഒന്നിച്ച് പറിച്ച് വെച്ചിട്ട് മാല കെട്ടിയിട്ട് ശ്രീബോധിക്കും വയ്ക്കുക. നമ്മുടെ തലയിലും ഈ ദശപുഷ്പം ചൂടുക. വളരെ ഐശ്വര്യമാണ് നമ്മളുടെ ആഗ്രഹം. നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ഐശ്വര്യം, നമ്മുടെ മക്കൾക്ക് എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണല്ലോ നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ദിവസേന ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ വിശേഷം. അതല്ല എന്നുണ്ടെങ്കിൽ ചൊവ്വയും വെള്ളിയും ദിവസമെങ്കിലും ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ. എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിനുണ്ടാവും. ഇതൊന്നും തർക്കമില്ലാത്ത കാര്യമാണ്, സംശയത്തിന് ഇട നൽകാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. പണ്ടുള്ള ആളുകൾ ഇതൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളുമാണല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ സമയക്കുറവും കൊണ്ട് ആണ് നമ്മളിതൊക്കെ വേണ്ടാന്ന് വെച്ച് ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുക. നമ്മുടെ പിന്നിൽ വരുന്ന ആൾക്കാർ ഇതൊക്കെ കണ്ടുപഠിച്ചോളും, പിന്നെ അവരും അത് തുടർന്നോളും. അതുപോലെ തന്നെ മറ്റൊന്നാണ് മുക്കുറ്റിച്ചാന്ത് തൊടുക. എല്ലാവർക്കും മുക്കുറ്റി എന്താണെന്ന് അറിയണ്ടാവില്ലേ? മുക്കുറ്റിച്ചാന്ത് ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും പറ്റുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു മുക്കുറ്റി എടുത്ത് ചാന്ത് അരച്ച് നമ്മുടെ നെറ്റിയിലൊന്ന് തൊടുക. അതും വളരെ വിശേഷമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ ഭർത്താവിനും നമ്മുടെ കുട്ടികളുടെ ഐശ്വര്യത്തിനും അവരുടെ നന്മയ്ക്കും വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇത്തിരി സമയം ഉണ്ടായാൽ മതി, ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കർക്കിടക മാസം എല്ലാ ഐശ്വര്യവും ഉണ്ടാക്കി തരുന്നതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.